എല്ലാവർക്കും നല്ല നമസ്കാരം. ഞങ്ങൾ ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാചീനമായിട്ടുള്ള സ്മരണകളും ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. കൊച്ചി രാജാവ് കുളിച്ച് താമസിക്കാൻ വന്നൊരു സ്ഥലം കൂടിയാണ് ചാലക്കുടി. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ അയർക്കുന്ന സംഗതികളെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പാലസ് റോഡ് എന്ന് പറയുന്ന പാലസ് റോഡ് ഉണ്ടാവാനുള്ള കാരണമൊക്കെ ഈ രാജാവ് ഇവിടെ കുളിച്ച് താമസിക്കാൻ വേണ്ടി വന്ന സ്ഥലത്തെയാണ് ഈ പാലസ് റോഡ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ചാലക്കുടിയിലുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തിരുവോണ നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്. ഉത്രാടക്കിഴി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് കൊച്ചി രാജവംശത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട സ്ത്രീജനങ്ങൾക്ക് 10 വയസ്സിന് മേലെയുള്ള പെൺകുട്ടികൾക്ക് ഉത്രാടക്കിഴി എന്ന് പറഞ്ഞ് 14 രൂപ ഓണാഘോഷിക്കാനായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് 14 രൂപയിൽ നിന്നും മാറ്റി 1000 രൂപയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കിഴക്കേ ചാലക്കുടിയിലെ 2 പേർക്കും കല്ലൂർ തെക്കുമുറി വില്ലേജിൽ ഒരാൾക്കുമാണ് ഈ 1000 രൂപ ഗവൺമെൻറ്റിൻ്റെ പാരിതോഷികം നൽകുന്നത് ഓണം ആഘോഷിക്കാൻ വേണ്ടി. അതിനുവേണ്ടി തഹസിൽദാറും വില്ലേജ് ഓഫീസറും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപമുള്ള റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ നന്ദകുമാർ വർമ്മ അവറുകളുടെ ഭവനത്തിലാണ്. ഈ വീട്ടിലാണ് കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ നൽകി വരുന്ന ഉത്രാടക്കിഴി നൽകാൻ ചാലക്കുടി തഹസിൽദാർ ജേക്കബ് കെ എ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ ആൻഡോ എം ജെ എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനു മുൻപ് എന്താണ് ഉത്രാടക്കിഴിയുടെ പിന്നിലുള്ള ചരിത്രമെന്ന് നമുക്കറിയാം. ഉത്രാടക്കിഴി തൃശ്ശൂരിൻ്റെ രാജകീയ സമ്മാനം. കിഴി വന്ന വഴി ഇങ്ങനെയാണ്. കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് ഇത്തവണയും മുടക്കമില്ലാതെ എത്തിച്ചു. ഉത്രാടക്കിഴി നൽകാൻ 81,000 രൂപ അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവായിരുന്നു. തൃശൂർ കളക്ടറുടെ കത്ത് പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. ഉത്രാടക്കിഴി ഓണസമ്മാനത്തിന് 6 പതിറ്റാണ്ടിൻ്റെ ചരിത്രം. രാജകുടുംബത്തിലെ അന്തർജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഓണപ്പുടവ എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിൻ്റെ കീഴിലായത്. ഉത്രാടക്കിഴി പണമായാണ് നൽകുക. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവുണ്ടായിരുന്നു. രാജഭരണകാലത്തിനു ശേഷം ഇതിനുള്ള തുക എൻഡോവ്മെന്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറി. 1961 ഒക്ടോബർ 21 സർക്കാർ ഉത്തരവിറക്കി. അങ്ങനെ ഉത്രാടക്കിഴി സമർപ്പണം സർക്കാർ കാര്യമായി. കുടുംബാംഗങ്ങളുടെ കണക്കെടുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയായി. കൊച്ചി രാജേന്ദ്ര ആസ്ഥാനം എന്ന പദവി. കുടുംബാംഗങ്ങൾ കേരളത്തിലെവിടെയായാലും അവർക്കുള്ള സംഖ്യ തൃശൂർ ട്രഷറി മുഖേന അനുവദിച്ചു തുടങ്ങി. പതിറ്റാണ്ടുകളോളം 14 രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കിഴിയിലെ തുക. ഇതിലെ ചില്ലറത്തുട്ടുകൾ കിട്ടാതായതോടെ 15 രൂപയായി നൽകിയ ചരിത്രവുമുണ്ട്. പഴയ കാലങ്ങളിൽ തുകയിൽ അല്പാൽപ്പം വർധനവുണ്ടായി. 2011 ഇപ്പോഴത്തെ 1001 രൂപയായി തുക വർദ്ധിപ്പിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിനുള്ള നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. തൃശൂരിൽ ഇക്കുറി ചാലക്കുടി, കൊടുങ്ങല്ലൂർ, മുകുന്ദപുരം താലൂക്കുകളിലാണ് ഉത്രാടക്കിഴി കൈപ്പറ്റുന്ന അവകാശികളുള്ളത്. പാരമ്പര്യക്കാരായ 81 പേർ ഇക്കുറി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത്. തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിതരണം അവകാശികളെ അതത് താലൂക്കുകളാണ് ബന്ധപ്പെടുത്തുന്നത്. തഹസീൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കളക്ടറേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും. തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്കും പണമെത്തും. അതത് താലൂക്ക് തഹസീൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത്. 10 വയസ്സിനു മുകളിലുള്ള പെൺകുട്ടികൾക്കാണ് ഉത്രാടക്കിഴി നൽകി വന്നിരുന്നത്. ചാലക്കുടി താലൂക്കിൽ നിന്നും നിലവിൽ 3 പേർക്കാണ് ഉത്രാടക്കിഴി അനുവദിക്കുന്നത്. കിഴക്കേ ചാലക്കുടി വില്ലേജിലെ 2 പേരും കല്ലൂർ തെക്കുമുറി വില്ലേജിൽ നിന്നും ഒരാൾക്കുമാണ് ഉത്രാടക്കിഴി അനുവദിക്കുന്നത്. കിഴക്കേ ചാലക്കുടി വില്ലേജിൽ ശ്രീലകം ചാഴൂർ കോവിലകത്ത് ശേഖരൻ ഭട്ടതിരിപ്പാട് മകൾ രമണി നന്ദകുമാർ, ശ്രീലകം ചാഴൂർ കോവിലകത്ത് നന്ദകുമാർ മകൾ ശ്രീലേഖ വർമ്മ, കല്ലൂർ തെക്കുമുറി വില്ലേജിൽ യദുകുലം വീട്ടിൽ രാജീവ് വർമ്മ മകൾ പാർവതി വർമ്മ എന്നിവർക്കുമാണ് ചാലക്കുടി താലൂക്കിൽ നിന്നും ഉത്രാടക്കിഴി അനുവദിക്കുന്നത്. ചാലക്കുടി താലൂക്ക് തഹസീൽദാർ ജേക്കബ് കെ എ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ ആൻഡോ എം ജെ എന്നിവർ ചേർന്ന് ഉത്രാടക്കിഴി സമ്മാനിച്ചു. അന്ന് കൊച്ചി രാജാവ് ആ രാജവംശത്തിലെ പെൺകുട്ടികൾക്ക് ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ട് നൽകി വന്നിരുന്ന ചെറിയ സംഖ്യയായിരുന്നു. പിന്നീട് കാലക്രമത്തിൽ അത് ഒരു 1000 രൂപയായി സർക്കാർ ഉയർത്തി. അത് എല്ലാ വർഷവും ഉത്രാടത്തിൻ്റെ അന്ന്
തഹസിൽദാർ ഈ രമണ നന്ദകുമാറിനെ തുടർച്ചയായിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി അല്ല 10 ചാലക്കുടി വന്നിട്ട് കൊടുക്കാറുണ്ട്. ചാലക്കുടി താലൂക്കിൽ കിഴക്കേ ചാലക്കുടി വില്ലേജിലാണ് ഈ 2 കക്ഷികൾ താമസിക്കുന്നത്. ഇനി ഒരാളും കൂടിയുണ്ട്, അത് കല്ലൂർ തെക്കുമുറി വില്ലേജിൽ ഒരു കക്ഷി കൂടിയില്ല. അതും